ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യോ യൂസ് ചെയ്ത് ഞാൻ ചെയ്തെടുത്ത ഒരു എയർപോഡ്സിൻ്റെ പൗച്ചാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള എയർപോഡ്സിൻ്റെ സൈസിലുള്ള പൗച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ടൺ 6 ply യാണാണ്. നിങ്ങളുടെ കയ്യിൽ അക്രിലിക് ആൻഡ് കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള യാണാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യോ തന്നെയാണ്. ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 3mm ക്രോഷ്യോ ഹുക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുവാണ്. സ്ലിപ്പ് നോട്ടിലേക്ക് ഒരു 13 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 13 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മാക്സിമം നിങ്ങൾ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ടെൻഷൻസ് ഒക്കെ ശരിയാവുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ചെയിനുണ്ട്. നമ്മൾ 13 ചെയിൻസാണ് ടോട്ടൽ ചെയ്തത്. അതിൽ ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യുന്ന ചെയിനാണ്. അതിന് തൊട്ടടുത്തുള്ള ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. കണ്ടോ, ലാസ്റ്റത്തെ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിലേക്കാണ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ 11 ചെയിൻസിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. കൗണ്ട് ചെയ്ത് തന്നെ പോവുക. ടോട്ടൽ നമ്മളൊരു 13 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അതിൽ ലാസ്റ്റ് ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തു. തൊട്ടടുത്തുള്ള ചെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ 11 ചെയിനും നിങ്ങളൊരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു പോവുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു 11 ചെയിൻസിലും ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെയിനും കൂടെ ഉണ്ടാവും. ആ ഒരു ചെയിനിലേക്കാണ് ഇനി വർക്ക് ചെയ്യുന്നത്. ആ ഒരു സിംഗിൾ ചെയിനിലേക്ക് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തെടുക്കുന്നത്. കാരണം ആ 3 സിംഗിൾ ക്രോഷ്യോ ആ ഒരൊറ്റ ചെയിനിൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ടേണിങ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരൊറ്റ ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. 2 and 3 ഉണ്ടോ, ഒരു 3 സിംഗിൾ ക്രോഷ്യോ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ടേണിങ് കാണാം. നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നുള്ള ഒരു 11 സ്റ്റിച്ചിലേക്ക് നേരത്തെ പോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. ഓരോ ചെയിനിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെയിനെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ 11 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. അങ്ങനെ ആ ഒരു 11 ചെയിൻസിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കൊരു ചെയിനും കൂടെ ബാലൻസ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ചെയിനിലേക്ക് 3 സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 എൻഡിൽ ഒരു ചെയിനിൽ 3 സിംഗിൾ ക്രോഷ്യോ വെച്ച് കംപ്ലീറ്റ് ചെയ്യും. കണ്ടോ, ആ ഒരു ലാസ്റ്റ് ചെയിനിലേക്ക് 3 സിംഗിൾ ക്രോഷ്യോ ഒറ്റ ആ ഒരു ചെയിനിലേക്ക് തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നിങ്ങളെപ്പോഴും കൗണ്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ 11 ചെയിൻസിലും ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുക. ലാസ്റ്റത്തെ 12th ചെയിനിൽ ആ ഒരൊറ്റ ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി വർക്ക് ചെയ്യുന്നത് ആ ഒരു 11 ചെയിൻസിലാണ്. ഇതിലിപ്പോൾ നമുക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. നേരത്തെ നമ്മളൊരു സിംഗിൾ സ്ട്രാൻഡാണ് എടുത്തത്. ഇനി സെക്കൻഡ് റോ വരുമ്പോഴേക്കും ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു 11 വി സ്റ്റിച്ചിലും നിങ്ങൾ ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു പോവുക. അങ്ങനെയാണ് നമ്മൾ ആ 11 സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ ടേണിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ടേണിങ്ങിന് നമ്മൾ യൂസ് ചെയ്ത് ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ടാണ്. നമ്മൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തു പോകുന്നത്. അതായത് സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ്. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുന്നതിനാണ് സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു 3 ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുക. അപ്പോൾ 3 ചെയിനിലും കൂടി ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യോ ആണ് ആ ഒരു ടേണിങ്ങിൻ്റെ പോർഷനിൽ വരുന്നത്. നിങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.
ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടേണിങ്ങിന് വേണ്ടി ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു ടേണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്ത 3 ചെയിൻസിൽ മാത്രം നിങ്ങൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോവുക. നെക്സ്റ്റ് ആ ബാലൻസ് വരുന്ന ആ ഒരു 11 സ്റ്റിച്ചിലേക്ക് ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് റൗണ്ട് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് വി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ആ ഒരു 11 വി സ്റ്റിച്ചിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഞാൻ ആ 11 സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ആ ഒരു ടേണിങ് ചെയിനിൽ 3 എണ്ണം വന്ന് ആ ഒരു സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 3 സ്റ്റിച്ചിലാണ് നമ്മൾ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോകുക. ആ ഒരു 3 സ്റ്റിച്ചിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻക്രീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ ഇൻക്രീസ് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് വരുമ്പോൾ ഒരു വി സ്റ്റിച്ച് പോലെ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ എൻഡ് ചെയ്ത ആ ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാർക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ റൗണ്ട് എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ആ 3 സ്റ്റിച്ചുകളിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തതിൻ്റെ ആ ലാസ്റ്റത്തെ ആ സ്റ്റിച്ചിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോവുക. അങ്ങനെ റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ആ ടേണിങ്ങിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് ടോട്ടൽ ഒരു 6 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അതിലും ഓരോ സ്റ്റിച്ചിലും നിങ്ങൾ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്യുക. എത്ര സ്റ്റിച്ചാണോ ടോട്ടൽ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു എൻറ്റയർ സ്റ്റിച്ചിലും നിങ്ങൾ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരിക. ഇപ്പോൾ ഇതാണ് നമ്മൾ ആ ചെയ്തു വരുന്ന ഭാഗം. ഇതതിൻ്റെ ഉള്ളിലെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളിലത്തെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതാണ് അതിൻ്റെ ആ താഴത്തെ ബേസായിട്ട് വരുന്നത്. ഇങ്ങനെ ഇനി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റോ ഫുള്ള് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇതേപോലെ ആ സ്റ്റിച്ച് മാർക്കർ എവിടെയാണ് ആ എൻഡ് ചെയ്യുന്നത് അവിടേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തു. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം എന്തോരം ഹൈറ്റിലാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെ ഞാനൊരു 5 റോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എയർപോർട്ട്സിൻ്റെ മെഷർമെൻറ്റ്സ് എന്താണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര റോസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 5 റോ ആണ്. 5 റോന് എനിക്ക് ഈ ഒരു ഹൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എയർപോർട്ട്സ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം എത്ര ഹൈറ്റിൽ നിങ്ങൾക്ക് വേണം. അപ്പോൾ എത്ര റോസ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ഇതേപോലെ വെച്ച് നോക്കുക. 2 രീതിയിൽ നിങ്ങൾക്ക് എയർപോർട്ട്സ് പ്ലേസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ചരിച്ചും വെക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് നോക്കുക എന്തോരം റോസും കൂടെ ഇനി ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു 5 റോസും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്തെടുക്കുവാണ്. ടോട്ടൽ ഞാനിപ്പോൾ ഒരു 10 റോസ് കംപ്ലീറ്റ് ചെയ്തു. 10 റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു എയർപോർട്ട്സിൻ്റെ ആ ഒരു അറ്റം വരെയാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത്. ഇനി നെക്സ്റ്റ് എനിക്കത് ക്ലോസിങ്ങിൻ്റെ ഭാഗം കൂടെ വേണ്ടത് കൊണ്ട് തന്നെ ഞാനൊരു 2 റോ കൂടെ എക്സ്ട്രാ ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ എൻ്റെ ഒരു മെഷർമെൻറ്റിൽ ഒരു 12 റോ ആണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തെടുക്കുന്നത്. 12 റോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ മെഷർ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഞാൻ 2 സൈഡിൽ നിന്നും എൻ്റെ മെഷർമെൻറ്റിൽ വന്നിരിക്കുന്നത് 34 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡിൽ നിന്നും ഒരു 7 സ്റ്റിച്ചസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൗണ്ട് ചെയ്യുകയാണ്. 2 സൈഡിലും 7 സ്റ്റിച്ച് വെച്ച് ഒന്ന് കൗണ്ട് ചെയ്ത് പോവുക. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ആ സെൻറ്റർ പോർഷനിലേക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഒന്ന് നമ്മളെവിടെയാണ്
ഇനി നെക്സ്റ്റ് ആ ഒരു ലോക്കിങ്ങിൻ്റെ ഭാഗം ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ എൻഡ് ചെയ്ത അവിടെ നിന്ന് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നമ്മളെവിടെയാണ് സ്റ്റിച്ച് മാർക്കർ ചെയ്തത് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെയും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. എവിടെയാണോ ഞാൻ ആ സ്റ്റിച്ച് മാർക്കർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റിച്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെയിൻ സ്കിപ്പിംഗ് ആണ്. അതിൻ്റെ തൊട്ട് അടുത്തുള്ള സ്റ്റിച്ച് വരെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമാണ് സ്റ്റിച്ച് മാർക്കർ വരുന്നത്. അതിന് മുമ്പ് വരെ വർക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങളൊരു 2 ചെയിൻ ഇതേപോലെ ചെയ്തു പോവുക. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്ത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കറിന് അവിടെ എത്തുന്നത് വരെയും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ഓരോ സ്റ്റിച്ചിൽ ചെയ്തു പോവുക. അങ്ങനെ അടുത്ത സൈഡിലുള്ള ആ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ തന്നെ ഞാനൊരു 50 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണ് ഈ ഒരു ഇതിൻ്റെ ഹാൻഡിൽ വേണ്ടത് അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 50 ചെയിൻ സ്റ്റിച്ചാണ് ഇതിനു വേണ്ടി ചെയ്തെടുക്കുന്നത്. ഞാനൊരു 50 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയാണ് ആ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തത് ആ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത ആ ഒരു ചെയിനിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ആ ഒരു സ്റ്റിച്ച് മാർക്കർ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ മാത്രം അത് ചേഞ്ച് ചെയ്ത് പോകുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റിച്ചിലേക്കാണ് ഇതേപോലെ ഒന്ന് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എവിടെയാണ് ആ ഒരു റൗണ്ട് എൻഡ് ചെയ്യുന്നത് ആ ഒരു ഭാഗം വരെയും കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആ സ്റ്റിച്ച് എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് നോക്കാം. തൊട്ടടുത്തുള്ള ആ ഒരു വി സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും തൊട്ടിപ്പുറത്തുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് വി സ്റ്റിച്ചോടെ തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഒരു നോർമൽ ടെൻഷനിൽ തന്നെ അതൊന്ന് ചെയ്തെടുക്കുക. നീഡിൽ യൂസ് ചെയ്ത് തന്നെ ഇതേപോലെ ഉള്ളിലത്തെ വശത്തേക്ക് ഇതേപോലെ ആ ത്രെഡൊന്ന് കൊണ്ടുവരിക. നോർമലി നമ്മളെങ്ങനെയാണ് ഹൈഡ് ചെയ്ത് പോകുന്നത്, ഹൈഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പുള്ള എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടും അറിയാത്ത രീതിയിൽ തൊട്ടടുത്തടുത്തുള്ള സ്റ്റിച്ചുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കവർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാനൊരു 12 റോസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എയർപോർട്ട്സിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും റോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ആ ഒരു ലൂപ്പിലേക്ക് ആ ഒരു പോർഷൻ ഒന്ന് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് ബാഗ്സിലോ എവിടെ വേണമെങ്കിലും ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഞാൻ ബേസായിട്ട് ഒരു 13 ചെയിൻ സ്റ്റിച്ച് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 12 റോസ് ഹൈറ്റിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൊക്കെ ചേഞ്ചസ് വരുത്താം. നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ള കൗണ്ടും ചേഞ്ച് ചെയ്യാം. ഹൈറ്റ് എന്തോരം വേണോ അത്രയും റോസും ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വേറെ ഒരു മോഡൽ പൗച്ചും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു പൗച്ചിൻ്റെ മോഡൽ വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയത് ഇതേപോലെ ഒരു ബട്ടനൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു പൗച്ചാണ്. നിങ്ങൾക്ക് ഏതൊരു രീതിയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 രീതിയിലാണ് ഇത് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്കിങ്ങനെ ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ ഹാങ്ങിങ് വരുന്നത് സൈഡിലായിട്ടാണ്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടൺ പ്ലേസ് ചെയ്ത് നമുക്ക് നോർമലി നമ്മൾ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് വളരെ ബേസിക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്.